യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യയുടെയും അമ്മയുടെയും റോൾ അതിമനോഹരമായി ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് നടി അമല പോൾ. ജീവിതത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു നാളുകളായി കരിയറിലും വിജയങ്ങൾ മാത്രമാണ് അമലയ്ക്ക് ലഭിക്കുന്നത്. പൊതുവെ താരങ്ങൾ ഗർഭിണിയായാൽ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടും. എന്നാൽ അമല നേരെ തിരിച്ചായിരുന്നു. ഗർഭിണിയായ ശേഷം അവശതകളെല്ലാം മറന്ന് ആടുജീവിതം സിനിമയുടെ പ്രൊമോഷനായി ക്രൂവിനൊപ്പം സജീവമായിരുന്നു അമല. ഇതിനേറെ പറയുന്നു, പ്രസവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ റാംവോക്ക് വരെ ചെയ്തു താരം. ഒരു മാസം മുമ്പാണ് അമല ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. സിസേറിയനായിരുന്നു. എന്നിട്ടും വിശ്രമിക്കാതെ അമല പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ പ്രൊമോഷനായി സജീവമായി നിന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. വിവാഹശേഷം എല്ലാത്തിനും അമലയ്ക്കൊപ്പം താങ്ങായി കരുത്തായി നിൽക്കുന്നത് ഭർത്താവ് ജഗത് ദേശായി തന്നെയാണ്. സിനിമയിൽ 15 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ അഭിനയം തുടങ്ങിയ സമയത്ത് നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും ഭർത്താവിനും കുഞ്ഞിനുമൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും അമല മനസ്സ് തുറക്കുകയാണ്. അമലയുടെ ബാല്യകാല സുഹൃത്തായ പേളിമാണിയുടെ ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് സിനിമാ ജീവിതത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും അമല മനസ്സ് തുറന്നത്. ജഗത്തിനെ കുറിച്ച് നിറ കണ്ണുകളോടെയാണ് അമല സംസാരിച്ചത്. അതുപോലെ അമലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പേളിയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. അമലയുടെ ജീവിതം അടുത്തു നിന്ന് കണ്ടതുകൊണ്ടാണ് അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ തനിക്കും കരച്ചിൽ വരുന്നത് എന്നാണ് പേളി പറഞ്ഞത്. 15 വർഷമായി താൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. തളർന്നു പോയപ്പോഴും താൻ പരിശ്രമം നിർത്തിയില്ല. അഭിനയം ഇഷ്ടമാണെങ്കിലും അഭിനേത്രിയാവണമെന്ന് പറയാനോ ആഗ്രഹിക്കാനുള്ള ധൈര്യമില്ലായിരുന്നുവെന്ന്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരുന്നു താൻ. അങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്. ഒഴിവാക്കപ്പെടുമ്പോഴും എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. ഇത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും സഹോദരനുമെല്ലാം ശക്തമായ പിന്തുണയുമായി തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ ഇറങ്ങിയപ്പോഴും തനിച്ച് യാത്ര ചെയ്തപ്പോഴും അവരെന്നെ തടഞ്ഞിരുന്നില്ല. വസ്ത്രധാരണത്തെക്കുറിച്ചും സിനിമയിൽ ജോലി ചെയ്യുന്നതുമൊക്കെ പലതരത്തിലാണ് വ്യാഖ്യാനിച്ചത്. അതൊന്നും താൻ മൈൻഡ് ചെയ്തിരുന്നില്ല. അതുപോലെ മോൻ ഇലയെയും ജഗത്തിനെയും കുറിച്ച് പറയുമ്പോൾ താൻ കരഞ്ഞു പോകും. തനിക്ക് കിട്ടിയ ഭാഗ്യമാണ് രണ്ടുപേരും. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാൻ തോന്നും. ജഗത്തില്ലായിരുന്നുവെങ്കിൽ താനും അങ്ങനെയായേനെ. തന്നെ പോലെ തന്നെ ചെറുപ്പം മുതൽ ജഗത്തിനും സിനിമ ഇഷ്ടമാണ്. ആളുടെ ഡ്രീമാണ് തന്നിൽ കാണുന്നത്. താൻ ആഗ്രഹിച്ചതിനേക്കാളും മികച്ച ജീവിതമാണ് തനിക്ക് കിട്ടിയത്. ഗർഭകാലത്ത് തടി കൂടുന്നതിൽ തനിക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹേ മൈ ബേബി വന്നേ എന്ന് പറഞ്ഞ് ജഗത്താണ് തന്നെ പോസിറ്റീവാക്കി നിർത്തിയത്. ഇലൈ എന്നാണ് മകന്റെ പേര്. ജഗത്തിനെ കണ്ടുമുട്ടി 1 മാസമായപ്പോഴേക്കും താൻ പ്രഗ്നന്റായി. തങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവനും തുടക്കം മുതൽ ഭാഗമാണ്. തങ്ങൾ 3 പേരും ഒരു ടീമാണ്. ബഹളമോ വാശിയോ ഒന്നുമില്ലാതെ അവൻ തങ്ങളുടെ അടുത്ത് കംഫർട്ടാണ്. അവനെ കുഞ്ഞായല്ല, ഞങ്ങളിൽ ഒരാളായാണ് കാണുന്നത്. പ്രസവശേഷം താൻ കിടന്ന് വിശ്രമിച്ചിട്ടൊന്നുമില്ല. കിടക്ക് മോളെ എന്ന് പറഞ്ഞ് തന്നെ കിടത്താൻ അമ്മ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ജഗത്താണ് തന്നെ അതിലേക്ക് വിടാതിരുന്നത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ അടിയായെന്നാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ അമല പറഞ്ഞത്.